പാകിസ്ഥാനിലേക്ക് ഇനി ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കില്ല. ഇന്ത്യയുടെ നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ല. ഇന്ന് ചേർന്ന യോഗത്തിൽ ജലം ഒഴുകുന്നതുമായി അത് തടയുന്നത് വഴി ഒരു തുള്ളി വെള്ളം ഇനി പാകിസ്ഥാന് നൽകില്ല എന്ന കടുത്ത നടപടിയിലേക്കാണ് ഇന്ത്യ പോയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ പാക് ജനത കൊടും പട്ടിണിയിലേക്കും ജലദാരിദ്ര്യത്തിലേക്കും തള്ളപ്പെടുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മതതീവ്രവാദികൾ ഇന്ത്യയോട് കാണിച്ച അനീതിക്ക് ഒരിക്കലും മാപ്പ് അർഹിക്കുന്നതുമല്ല. മോദിജി ഒന്ന് വിരൽ ഞൊടിച്ചാൽ പാക് സൈന്യത്തിന്റെയും അതുപോലെ തന്നെ പാക് ജനതയുടെയും തലയിൽ നിറയൊഴിക്കാൻ നിമിഷ നേരം മതിയാകും. എന്നാലും അത് ബാക്കി വച്ചിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ ഇന്ത്യൻ മണ്ണിൽ കയറി കളിച്ചതും. കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി കാശ്മീർ അവരുടെ സിരകളിലെ രക്തമായി ഒഴുകുന്നുവെന്ന് പറഞ്ഞതും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനു പിന്നിൽ നടന്നത് വ്യക്തമായ ഗൂഢാലോചനയുടെ ആഴം അത് എത്രത്തോളം ഉണ്ട് എന്നത് അളക്കാൻ സാധിക്കും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന നിർണായക യോഗം അവസാനിച്ചിരിക്കുകയാണ്. കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ തീരുമാനമായി. അതുപോലെ തന്നെ അമിത്ഷായുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ജലവിഭവ മന്ത്രി CR പട്ടേൽ, അതുപോലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരടക്കം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതുപോലെ കരാർ മരവിപ്പിക്കുന്നത് മധ്യസ്ഥ വഹിച്ച ലോക ബാങ്കിനെ അറിയിക്കും. അതുപോലെ തന്നെ കരാറിൽ പരാമർശിക്കുന്ന നദികളിലെ അണക്കെട്ടുകളിലെ ശേഷി ഉയർത്തുവാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കരാർ മരവിപ്പിക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പാകിസ്ഥാനെ അറിയിച്ചിരുന്നതാണ്. ഇന്ത്യയുടെ ജലവിഭവ സെക്രട്ടറിയായ ദേവേശ്രീ മുഖർജിയാണ് പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി സായിദ് അലി മുർദാസിയോട് ഇക്കാര്യം സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചതും. അതേസമയം നദികളുടെ കുറുകെയുള്ള അണക്കെട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിന്റെ ഒഴുക്ക് തടയുകയാണെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജലം തടയാൻ കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്ന തരത്തിൽ പാകിസ്ഥാനിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ തോതിൽ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത് യുദ്ധസമാനമായ നടപടി ആയിരിക്കുമെന്നും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയുന്നതിനായി ഇന്ത്യ എന്തൊക്കെ തുടർ നടപടികളാകും കൈക്കൊള്ളുക എന്നതാണിപ്പോൾ ലോകം ഉറ്റുനോക്കുന്നതും. അതേസമയം പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരരാണ് ആക്രമണം നടത്തിയതെന്നും പഹൽഗാം ആക്രമണം നടത്തിയവരെ പുകഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇത്തരമൊരു പ്രതികരണം നടത്തി രംഗത്ത് വന്നതും. ഭീകരരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പാക് പ്രതിരോധ മന്ത്രി സമ്മതിക്കുകയും ചെയ്തു. 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്തതെന്ന് ഖ്വാജ ആസിഫ് ആണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബയെക്കുറിച്ച് അറിയില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ SP നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. NIA സംഘം ബൈസണിൽ നിന്നും ഫോറൻസിക് തെളിവുകൾ അടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അതിനിടെ പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത BSF ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടർന്നു വരികയാണ്. ഇതുവരെ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ സൂചനകൾ നൽകുന്നത്. അതേസമയം ഒരു മേഖലയിലും ഇന്ത്യയുമായി മത്സരിക്കാനുള്ള കഴിവ് പാകിസ്ഥാൻ ഇല്ല എന്നത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ ഭീകരതയെ ആശ്രയിക്കുന്നതിലൂടെ തന്നെ ഇത് ഇന്ത്യയിലെ നിരായുധരായ ആളുകളെ ലക്ഷ്യം വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1965, 1971, 1999 വർഷങ്ങളിലായി പാകിസ്ഥാൻ 3 യുദ്ധങ്ങൾ നടത്തുകയും ചെയ്തു. 3 തവണയും ഇന്ത്യൻ സൈന്യം അയൽ രാജ്യത്തെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തതും. ഇതിനു പുറമെ തന്നെ പാകിസ്ഥാനിൽ താവളമുറപ്പിച്ച ഭീകരർക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തി ഇന്ത്യൻ സൈന്യങ്ങൾ തങ്ങളുടെ ധീരത പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.